ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസികൾ, ലോകത്തിന്റെ സൃഷ്ടാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ. ആദ്യമായി സ്വന്തത്തോടുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സാമൂഹ്യ ജീവി എന്ന നിലയിൽ മനുഷ്യന് പലതരത്തിലുള്ള ബന്ധങ്ങൾ മനുഷ്യ ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. പലതരത്തിലുള്ള ആളുകളുമായിട്ട് നിരന്തരമായി ഇടപെടേണ്ടി വരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബന്ധങ്ങളിൽ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ കടമയും കടപ്പാടുകളും ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. സൂറത്ത് നിസായിലെ 36-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നത് വഅബ്ദുല്ലാഹ ലാ തുശ്രികു ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനൻ വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീനി വൽ ജാരിൽ ജംബി വസ്സാഹിബിൽ ജംബി വബിനിസ് സബീലി വമാ മലകത് ഐമാനുകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅൻ. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. ഏറ്റവും പ്രധാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മോട് നിരന്തരമായി വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്ന കാര്യം അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന പരമ സത്യം തൗഹീദ് തന്നെയാണ്. ആ ഒരു മഹാപാപമായ ശിർക്കിനെ കുറിച്ച് അല്ലാഹു പറയും. അതിനാണ് ഏറ്റവും പ്രാധാന്യം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ സംഗതി നമ്മൾ ഓർക്കേണ്ടതാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കുവാൻ. പലപ്പോഴായിക്കൊണ്ട് തൗഹീദിന്റെ കൂടെ ചേർത്തുകൊണ്ടാണ് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, കടപ്പാടുകൾ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ വബിസിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ, അതുപോലെ അടുത്ത ബന്ധമുള്ളവരോട്, അടുത്ത നമ്മോടുള്ള കുടുംബക്കാരോട്, കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം പറയേണ്ടതില്ലല്ലോ, ആ അടുത്ത ബന്ധമുള്ളവരോടും, അതുപോലെ വൽ യതാമ, അനാഥകളോടും. അനാഥ യതീമിനെ പ്രത്യേകം അവൾ എടുത്തു പറഞ്ഞു. വൽ മസാകീനി, പാവപ്പെട്ട ആളുകളോട്. ഇവരെയൊക്കെ പരിഗണിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ ബന്ധം പുലർത്തേണ്ട ആളുകളായിട്ടാണ്
ഖുർആൻ എണ്ണിയിട്ടുള്ളത്. വൽ ജാരിൽ ജംബി വസ്വാഹിബി വിൽ ജംബി, അതായത് അടുത്ത ബന്ധമുള്ള അയൽക്കാരോടും അയൽവാസിയോടും അകന്ന ബന്ധമുള്ള അയൽവാസിയോടും, അങ്ങനെ ബിൽജാനിബി പാർശ്വമുള്ള കൂട്ടുകാരനോടും, വബിനി സബീൽ യാത്രക്കാരനോടും, വമാ കുന്ത ഐമാനുക്കും നിങ്ങളുടെ വലത് കൈ ഉടമപ്പെടുത്തിയ അടിമകളോടും, ഇവരോടൊക്കെ നിങ്ങൾ നന്മയിൽ വർത്തിക്കുവാൻ വേണ്ടി ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നു. ഈ ഒരു ബന്ധങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള പ്രത്യേകമായി കൊണ്ട് നമ്മൾ ബന്ധം പുലർത്തേണ്ട പ്രാധാന്യത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുകയാണ്. ആ കൽപ്പനയിൽ അടുത്ത പാവപ്പെട്ടവനെ പരിഗണിച്ചതിന് ശേഷം, യതീമിനെ പറഞ്ഞതിന് ശേഷം പറയുന്നത് അകന്ന അയൽക്കാരൻ, അതുപോലെ അടുത്ത അയൽക്കാരൻ, നമ്മോട് ചേർന്ന് നിൽക്കുന്ന അയൽവാസികൾ. ആ അയൽവാസികളിൽ നമ്മോട് ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാരായിരിക്കാം, ഏറ്റവും അടുത്ത ആളുകൾ, ഏറ്റവും അടുത്ത അയൽവാസികൾ, നമ്മുടെ ആദർശ ബന്ധുക്കൾ. ഇങ്ങനെയെല്ലാം എന്തിരുന്നാലും അയൽവാസികൾ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യത്തോടുകൂടി ബന്ധം ചേർക്കുന്നതിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുപോലെ പാർശ്വത്വമുള്ള കൂട്ടുകാരനോടും, നമ്മുടെ സൗഹൃദമായ നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ നമ്മൾ പലപ്പോഴും പലരുമായി കൊണ്ട് സൗഹൃദം പുലർത്തുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു ആ ഒരു ബന്ധങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആ ഒരു പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ പലപ്പോഴായി പാലിക്കാത്ത ആളുകൾ, അവർ മറക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളെ ബന്ധങ്ങളിൽ അകറ്റി നിർത്തുന്ന ആളുകൾ, അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ, നിശ്ചയമായും അല്ലാഹു യാതൊരു പൊങ്ങച്ചക്കാരനെയും അവര് ദുരഭിമാനം നടിക്കുന്ന ആളുകളെയും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ്. ഇത്തരം ഒരു ബന്ധങ്ങളെ അകൽച്ച കാണിക്കുന്ന ആളുകൾ, കടപ്പാടുകൾ മറക്കുന്ന ആളുകൾ, അഹങ്കാരം കൊണ്ടും അവരുടെ പൊങ്ങച്ചം കൊണ്ടും അവരുടെ കിബർ കൊണ്ടും തന്നെയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രത്യേകമായി കൊണ്ട് നമ്മോട് എടുത്തു പറയാനുള്ള കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു ബന്ധമാണ്. പലപ്പോഴായി നമ്മളൊക്കെ ചിലപ്പോൾ നിസ്സാരമായി കാണാവുന്ന ഒരു ബന്ധം, അതാണ് അയൽപ്പക്ക ബന്ധം. അയൽപ്പക്ക ബന്ധം എന്നുള്ളത് വളരെയധികം പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാസാല യുസീനി ജിബ്രീൽ അലൈഹിസ്സലാം ബിൽ ജാരി, ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ ഉപദേശിക്കുമായിരുന്നു അയൽവാസികളോടുള്ള ബന്ധവും കടപ്പാടുകളും, അവരോട് വർത്തിക്കേണ്ടത് എങ്ങനെയാണെന്നും അവരോട് നന്മ ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മലക്ക് എന്നെ ധാരാളമായി ഉപദേശിക്കുമായിരുന്നു. അപ്പോൾ ഹത്താ വലന്തു അന്നഹു സയുവരിസുഹു, അങ്ങനെ ഞാൻ വിചാരിച്ചു, അങ്ങനെ പറഞ്ഞ് അവസാനം അവർക്ക് അനന്തരാവകാശം കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങൾ, മനസ്സിലാക്കുക, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം നമ്മുടെ അയൽവാസികളുമായി അയൽപ്പക്കത്തുള്ളവരുമായിട്ടുള്ള ഒരു വിശ്വാസിക്ക് കടപ്പാടുണ്ട്, കടമകളുണ്ട്. അയൽപ്പക്കത്ത് താമസിക്കുന്നവർ തമ്മിലുള്ള കടപ്പാടുകൾ എത്രത്തോളമാണെന്ന് ഇതിൽ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ആ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരാൾക്ക് ഏറ്റവും ഒരു സൗഭാഗ്യമാണ് ഒരു നല്ല അയൽവാസിയെ ലഭിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിൻ സഅദത്തിൽ മർഇ, ഒരു മനുഷ്യന്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് പല കാര്യങ്ങളും എണ്ണിയ കൂട്ടത്തിൽ പറഞ്ഞു അൽ ജാറു സ്വാലിഹ്, ഒരു നല്ല അയൽവാസിയെ ലഭിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ സൗഭാഗ്യമാണ്, ഭാഗ്യമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അറബികൾക്കിടയിൽ ഒരു ചൊല്ലുണ്ട്, അൽ ജാറ ഖബല ദാർ, വീടിന് മുമ്പ് നീ അയൽവാസിയെ നോക്കണം. നീ വീട് വെക്കുന്നതിന് മുമ്പ്, താമസമാക്കുന്നതിന് മുമ്പ് അവിടെയുള്ള നിന്റെ അയൽവാസിയെ നീ നോക്കിയിട്ടായിരിക്കണം അവിടെ വീട് വെക്കേണ്ടത് എന്ന് പോലും പറഞ്ഞു. അവിടെ അത് ഏറ്റവും കാരണം മനുഷ്യന്റെ സ്വകാര്യതയും കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി, ഒരു സ്വസ്ഥതയും സമാധാനവും ശാന്തവുപരമായ ഒരു ജീവിതം നയിക്കുവാൻ തീർച്ചയായും അയൽപ്പക്ക ബന്ധങ്ങൾ വളരെയധികം നന്നാകേണ്ടതുണ്ട്. അതിന് എന്ത് വില കൊടുത്തും, ഇനി നമ്മൾ വീട് വാങ്ങുന്ന ഒരാൾ
അയാളുടെ അയൽപ്പക്കത്തുള്ള ആളുകൾ വളരെ നല്ലതാണ് എന്ന് തോന്നിയാൽ ആ സ്ഥലത്തിന് നല്ല വിലയുണ്ടെങ്കിലും കുറച്ച് വില കൂടിയതെങ്കിലും തിരക്കേടില്ല, ആ ഒരു നല്ല അയൽപ്പക്ക ബന്ധം സ്വന്തമാക്കുവാൻ ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ലഭിച്ച നമ്മുടെ അയൽവാസികളെ കുറിച്ച്, നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന, ചുറ്റുഭാഗങ്ങളിലായിക്കൊണ്ട് താമസിക്കുന്ന സഹോദരങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. എനിക്ക് ലഭിച്ചത് നല്ല അയൽവാസികളാണോ, ഞാൻ എൻ്റെ അയൽവാസികളെ കുറിച്ച് തൃപ്തരാണോ എന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ എന്ന അയൽവാസി അവർക്ക് നല്ലവരാണോ, ഒരു നല്ല അയൽവാസിയായി എനിക്ക് മാറുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഈമാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫലിയുകിരിം ജാറഹു, അവന്റെ അയൽവാസിയെ അവൻ ബഹുമാനിച്ചു കൊള്ളട്ടെ, അവന്റെ അയൽവാസിയോട് അവൻ ആദരവ് കാണിച്ചു കൊള്ളട്ടെ. മറ്റൊരു ഹദീസിൽ ഫലിയുഹ്സിൻ ഇലാ ജാരിഹി, അവന്റെ അയൽവാസിയോട് അവൻ നന്മ പുലർത്തട്ടെ എന്നാണ്, നല്ലത് ചെയ്യട്ടെ എന്നാണ്. ഏറ്റവും വലിയ ഒരുപാട് നന്മകൾ അയൽവാസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നന്മകൾ നമുക്ക് പറയാനുണ്ട്. എന്നാൽ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ഒരു തൻ്റെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാവ് കൊണ്ടും കൈകൊണ്ടും നമ്മുടെ അയൽവാസിക്ക് ഒരു ഉപദ്രവവും നമ്മൾ ഏൽപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹുവാനെ ഒരാൾ വിശ്വാസിയാവുകയില്ല, വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹുവാനെ ഒരാൾ വിശ്വാസിയാവുകയില്ല, വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹുവാനെ ഒരാൾ വിശ്വാസിയാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു. സാധാരണ അല്ലാഹുവിനെ കുറിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ഒരു തവണയല്ല 3 തവണ പറഞ്ഞു. അങ്ങനെ സത്യം ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ ആരാണത്? അല്ലാഹു എന്നിട്ട് പറഞ്ഞു, ഖാല അല്ലദീ ലാ യഅ്മനു ജാറഹു ബിവാഇഖഹു, ഒരാൾ അവന്റെ അയൽവാസിയുടെ ഉപദ്രവത്തിൽ നിന്ന് ഒരാൾ നിർഭയനാകുന്നത് വരെ ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല. നല്ല വിശ്വാസിയുടെ മുഅ്മിനിന്റെ നല്ല നാമങ്ങൾ, പേരുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷേ ഒരാൾ തന്റെ അയൽവാസിയുടെ ഉപദ്രവത്തിൽ നിന്ന്, നമ്മുടെ അയൽവാസി നമ്മുടെ ഉപദ്രവത്തിൽ നിന്ന് എന്ന് നിർഭയനാകുന്നുവോ അന്നേ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. അവിടെ ജാതിയോ മതമോ ഒന്നുമല്ല. ഏതൊരു മനുഷ്യനാണെങ്കിലും അവൻ നിർഭയനായിരിക്കണം. ഭയത്തോടു കൂടിയാണോ ഒരാളുടെ അയൽവാസി ജീവിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, ആ ഒരു വിശ്വാസിയാവുകയില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തു പറയുന്നു. അത് ഒരാളുടെ അവകാശമാണ്. തന്റെ അയൽവാസിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് മുക്തമാവുക എന്നുള്ളത് അവകാശമായിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ പരാതി പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്നില്ല, എൻ്റെ അയൽവാസി എന്നെ നിരന്തരമായിക്കൊണ്ട് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ക്ഷമിക്കുക, നീ പുറത്തു കൊടുത്തേക്ക. പ്രവാചകരെ, ഇല്ല, ഒരുപാട് എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല, വളരെയധികം ഉപദ്രവം ചെയ്യുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്, നീ നിന്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട്, വിഭവങ്ങളെല്ലാം എടുത്തുകൊണ്ട് പുറത്തിറങ്ങി അവിടെ ഇരിക്കുക. അപ്പോൾ ആളുകളൊക്കെ കാണുന്നു, എന്താ നീ ഇവിടെ പുറത്തിരിക്കുന്നത്, ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങി നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, ഇതാ എൻ്റെ അയൽവാസി എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ വല്ലാതെ ഉപദ്രവം, ആ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കാണുന്നവരൊക്കെ അയാളെ ശപിക്കുകയും അയാൾക്കെതിരെ ദുആ ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത് കണ്ട ആ വ്യക്തി വന്നിട്ട് പറയുകയാണ്, ഇല്ല, ഇനി ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, ഒരിക്കലും ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, താങ്കളുടെ വീടിനകത്തേക്ക് മടങ്ങിപ്പോകണമെന്ന് പറയുകയാണ്. ഒരു ഹദീസിൽ വന്ന സംഭവമാണ് സഹോദരങ്ങളെ. അതൊരു അവകാശമാണ്. നമ്മുടെ അയൽവാസി നിർഭയനായിരിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ്.
അങ്ങനെ അയൽവാസിയെ നാവുകൊണ്ടും കൈകൊണ്ടും പലതരത്തിൽ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും നമ്മുടെ അനുഭവങ്ങളിലേക്കെല്ലാം അത്തരം സംഭവങ്ങൾ നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഉപദ്രവിക്കുന്നവൻ അവൻ എത്ര ആരാധന നിഷ്ഠയിൽ ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം അയൽവാസിയെ ഉപദ്രവിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീയെ കുറിച്ച് ചോദിച്ചുവല്ലോ. അവർ നല്ല നമസ്കരിക്കുന്ന സ്ത്രീയാണ്, നോമ്പ് അനുഷ്ഠിക്കുന്ന സ്ത്രീയാണ്, ദാനധർമ്മങ്ങൾ ഒരുപാടായി ചെയ്യുന്ന സ്ത്രീയാണ്. എന്നാൽ ആ പെണ്ണ് തന്റെ അയൽവാസിയെ നാവുകൊണ്ട് വളരെയധികം ഉപദ്രവിക്കുന്നു. പ്രവാചകരെ അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം? വഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്, സംശയമില്ല ആ കാര്യത്തിൽ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ അയൽപക്കത്ത് നമ്മുടെ കാരണത്താൽ ഒരു ഉപദ്രവം വരുന്നുണ്ടോ എന്ന് ഓരോ ആളുകളും വിശ്വാസികളും ചിന്തിക്കേണ്ടതാണ്. വളരെ ചിന്തിക്കേണ്ട വിഷയമാണത്. കാരണം നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ ആ അയൽവാസിയുടെ വീട്ടിലേക്ക്, പറമ്പിലേക്ക് എടുക്കുന്നവർ, വൈതടയുന്നവർ, ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അയൽവാസിക്ക് നിരന്തരമായിക്കൊണ്ട് അവരെ ഉപദ്രവിക്കുന്ന ആളുകൾ ഒരുപാട്, പല കാരണങ്ങൾ കൊണ്ട് ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്. നേരെ മറിച്ച് അയൽവാസിയെ നമ്മൾ പരിഗണിക്കുകയാണ് വേണ്ടത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ ദബഹത ഷാതൻ ഫക്സിർ മറഖഹ, നീ ഒരു ആടിനെ അറുക്കുന്നുവെങ്കിൽ, നീ അതിൽ ആടിനെ അറുത്തുകൊണ്ട് ഒരു കറി വെക്കുന്നുവെങ്കിൽ നീ അതിൽ വെള്ളം ചേർത്തുകൊണ്ട് ഒന്ന് അധികമാക്കുക. നിന്റെ അയൽവാസിയെ നീ പരിഗണിക്കുക എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, അവിടെ ഒരു ജൂതന്റെ, നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ജൂതന്റെ വീട്ടിലേക്ക് ഭക്ഷണം കൊടുത്തു വയ്ക്കുവാൻ വേണ്ടി വൃദ്ധനോട് കൽപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് ചരിത്രത്തിൽ സഹോദരങ്ങളെ കാണുവാൻ സാധിക്കുന്നത്. അത്രത്തോളം ആ ഒരു കടപ്പാട് ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ മുഅ്മിനുൽ ലദീ യശ്ബഉ ഫജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി, ഒരാൾ വിശ്വാസിയാവുകയില്ല വയറ് നിറച്ച് ഉണ്ട് തൊട്ടടുത്ത വീട്ടിൽ പട്ടിണി കിടന്നാണെങ്കിൽ അവൻ വിശ്വാസിയല്ല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇതിനർത്ഥം നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ അയൽവാസികളെ കുറിച്ച് നമുക്ക് നല്ല ബന്ധവും നമുക്ക് നല്ല ധാരണയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് പല സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു. അയൽവാസി, വൃദ്ധരായ വീട്ടുകാര് മരിച്ചു കിടക്കുന്നു. ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് തൊട്ടടുത്ത അയൽവാസികൾ അറിയുന്നത്. എന്താണ് അവസ്ഥ? അതിനർത്ഥം ബന്ധമില്ല. ഇന്ന് പണ്ടത്തെ പോലെ പരസ്പരം ഭക്ഷണങ്ങളൊക്കെ കൈമാറിയിരുന്ന ഒരു കാലം ഇന്ന് പരസ്പരം മതിലുകൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് അയൽവാസികൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാവുകയാണ്, കുറഞ്ഞു പോവുകയാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ബന്ധമാണ്, കടപ്പാടുകളാണ് അയൽവാസിയുമായിട്ടുള്ളത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള തിന്മകൾ, ഒരു വ്യഭിചാരങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആ അവിഹിതമായ ബന്ധങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അയൽവാസിയായ ഭാര്യയെ വ്യഭിചരിക്കുന്നത് അത് സാധാരണ വ്യഭിചാരമല്ല. അതിന്റെ പാപം, അതിന്റെ കുറ്റം നമുക്കറിയാം. അതിലും വലിയ പാപമാണ് അതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ മോഷണം അയൽവാസിയുടേതാണെങ്കിൽ അത് വലിയ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അയൽവാസികൾക്ക് നമ്മെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ടോ? നമ്മുടെ പല വിവാഹ അന്വേഷണത്തിന് പോലും പല ആളുകളും അന്വേഷിക്കുക ചുറ്റുവട്ടത്തുള്ള അയൽവാസികൾ അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങളാണ് സ്വീകരിക്കുന്നത്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരാള് നല്ലതെന്നറിയാൻ അയാളുടെ അയൽവാസികൾ, അയാളുമായിട്ട് സഹവസിക്കുന്ന ആളുകളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടി ആ ഒരു കടമകൾ നമുക്ക് പാലിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون.
ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കും. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു താബീങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു ചരിത്രത്തിൽ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള ഒരു ജൂതൻ അദ്ദേഹം വീട് വിൽക്കുകയാണ്. വളരെ അത്യാവശ്യമായിക്കൊണ്ട് അദ്ദേഹം വീട് വിൽക്കുമ്പോൾ 2000 ദിനാർ പറഞ്ഞു. അപ്പോൾ വന്ന നോക്കിയ ആളുകളെല്ലാം പറഞ്ഞുള്ളൂ ഇത് ഒരു 1000 ദിനാറേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവരോട് ഈ ജൂതൻ പറയുകയാണ്, എൻ്റെ വീടിനടുത്തുള്ള ഒരു അയൽവാസി, നല്ലൊരു അയൽവാസി കൂടിയാണ് നിങ്ങൾക്ക് ഈ വീട് വാങ്ങിയാൽ ലഭിക്കുക, അതിനുള്ള വില കൂടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു വിശ്വാസിയുടെ ഒരു ജീവിതം വിലയിരുത്തപ്പെടുന്നത് ജാതി മതങ്ങൾക്ക് വ്യത്യസ്തമായിക്കൊണ്ട് അവിടെ ഒരു സൗഹൃദം, ഒരു നല്ല ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കേണ്ടവനാണ് വിശ്വാസം. നമ്മുടെ ദീനിനെ കുറിച്ച്, നമ്മുടെ മതത്തെ കുറിച്ച് പലപ്പോഴായിക്കൊണ്ട് അവർ പുസ്തകങ്ങളിൽ നിന്നും അവർ വേദഗ്രന്ഥങ്ങളിൽ നിന്നും അതിനുപരി അവരറിയുന്നത് ഒരാളുടെ വ്യക്തിത്വം നോക്കിയായിരിക്കാം. അങ്ങനെ ഒരു യഥാർത്ഥ മുസ്ലിം ആവാൻ നമുക്ക് ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ ഒരു ചിന്ത നൽകേണ്ട കാര്യമാണ്. കാരണം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നാട് വിട്ടു പോകുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ. അദ്ദേഹം നാട് വിട്ടു പോകുമ്പോൾ ഇബ്നു ദുഗന്ന എന്ന ഒരു അവിശ്വാസിയെ കണ്ടുമുട്ടുകയാണ്. ഇവിടെ പോകുന്നു അബൂബക്കർ, ഞാനിങ്ങനെ ഹിജ്റ പോവുകയാണ്, എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇല്ല, പോകരുത്, അങ്ങയെ പോലുള്ള ആളുകൾ ഇവിടെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരപ്പെടുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ ആലോചിച്ചു, നമ്മളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ എങ്ങാനും വീട് വിട്ടു പോകുമ്പോൾ ആ ചങ്ങായി പോയാല് അത്രയും ശല്യം പോയല്ലോ എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയാണോ നമുക്കുണ്ടായെങ്കിൽ സഹോദരങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്കുക. അതുകൊണ്ട് നമ്മുടെ അയൽവാസിയെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ നമീമത്തുകളും അതുപോലെ ഈബത്തുകളും പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ജൂതനായ വ്യക്തിയുടെ മകന് രോഗം ബാധിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി സന്ദർശിച്ച സംഭവം ഹദീസിൽ നമുക്ക് കാണാം. അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇവിടെയെല്ലാം മതങ്ങൾക്ക് അപ്പുറമാണ് അയൽവാസിയുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. വിശ്വാസികളായിട്ടുള്ള അയൽവാസികളാണെങ്കിൽ, ആദർശ ബന്ധുക്കളാണെങ്കിൽ കൂടുതൽ ഒരു ബന്ധവും കടപ്പാടും കൂടുമെന്നല്ലാതെ ഒരു മതത്തിന്റെയും പേരിൽ അയൽവാസികളുമായിട്ടുള്ള ബന്ധത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകമായി കൊണ്ട് അയൽവാസികളുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഒരു പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അല്ലാഹുവേ എല്ലാവിധ രോഗങ്ങളിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അതാ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കണേ. അതാ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റണേ. അതാ അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ കൺകുളിർമ പ്രദാനം ചെയ്യുന്നു. അതാ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب